വർത്താനം പറയാൻ കഴിയില്ലല്ലോ. വർത്താനം പറയുകയാണെങ്കിൽ എന്തുണ്ട്, എയർവേ ബ്ലോക്ക് ആയില്ല. അപ്പോൾ വർത്താനം പറയാത്ത സ്ഥിതിയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ വേഗം രക്ഷിക്കാനുള്ള മാർഗ്ഗമാണ്. പിന്നെ വേഗം കാണേണ്ടത്, വേഗം എന്ത് ചെയ്യാച്ചാൽ അയാളെ ഈ പിടുത്തം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. കാരണം ശ്വാസം വലിക്കുന്ന കോയിലാണുള്ളത് ട്രക്കിയ. ആ ട്രക്കിയ അടഞ്ഞിട്ടാണ് ഇയാൾ മേലോട്ട് നോക്കും, മരണത്തിലേക്ക് പോവുക. അപ്പം മേലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ തല ആട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ അയാൾ വീണു പോകും. വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അയാളെ കാലിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അയാൾ വീണാലും ഇവിടെ കിട്ടും, നമ്മളെ ഇവിടെ കിട്ടും. പിന്നെ അയാൾ പൊക്കിള ഇവിടെ നോക്കും. പൊക്കിളിൻ്റെ മേലെ വയറിൻ്റെ അവിടെ ഇതുപോലെ ഈ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് 1 2 അമർത്തിയിട്ട് ഉള്ളിലേക്ക് അമർത്തിയിട്ട് മേലോട്ടും ഇങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ എന്ത് സാധനമാണെങ്കിലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൊല്ലി കെട്ടിയ അതാ ഞാൻ പറഞ്ഞില്ലേ, ശ്വാസം അതെ കാണിച്ചോണ്ടായില്ല, ഒന്നിങ്ങനെ കാണിച്ചാൽ ശ്വാസം നിങ്ങളിങ്ങനെ ശ്വാസം കഴിച്ചിലാക്കി കൊടുക്കും. ഈ ആളെ കേസിൽ നമുക്ക് മുന്നിൽ വരാം. ഒരാൾ നീന്തലറ്റ ഒരാൾ വെള്ളത്തിൽ വീണിട്ട് ഇങ്ങനെ നീന്തലറ്റ ഒരാളെ മുന്നിൽ ഇതേപോലെ ചെന്ന് നിന്നാൽ അയാൾ കൗത്തിന് പിടിക്കും, എവിടെയും പിടിക്കും, 2 ആളും മരിക്കും. ഇതൊരു തീപിടിച്ച മനുഷ്യൻ, തീപിടിക്കാന്ന് പറഞ്ഞാൽ ചില കാറുകൾക്ക് തീപിടിക്കും, നമ്മളെ വീട്ടിൽ നിന്ന് തീപിടിക്കും. അങ്ങനെ തീപിടിച്ച ഒരാളെയും മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല. 2 കേസിൽ മുന്നിൽ ചെല്ലാൻ പാടില്ല. ഒന്ന് വെള്ളത്തിൽ മുങ്ങി ബുദ്ധിമുട്ടാകുന്ന ഒരാൾ, 2 തീപിടിച്ച ഒരാൾ. അല്ലാത്ത ഒരാളെ ഇട്ട് മുന്നിൽ ചെല്ലാം. എന്നോട് ചോദിക്കാം എന്താ പറ്റിയെന്ന് ചോദിച്ചു. എന്താ പറ്റി? ശ്വാസം കിട്ടില്ല. വർത്താനം പറഞ്ഞാൽ കഴിച്ചില്ല, ഒരു കുഴപ്പമില്ല, മുണ്ടൂല. അപ്പം ഇങ്ങനെ കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ഇതിങ്ങനെ ഇടുന്നത് എന്തിനാ, ഇയാള് വീഴാതിരിക്കുക. അങ്ങനെ അയാൾ എന്നിട്ട് ഈ വരണ്ടൊന്നും എന്നിട്ട് ഇത് ഓക്കെ അമർത്തി മേലോട്ടേക്ക് വരയ്ക്കുക. അമർത്തി കുറച്ച് ഇത്ര ഇത് സംഗതി നിസ്സാര, പക്ഷെ ഒരു ജീവൻ നമ്മള് എന്താണ് ഒരാളെ ഇപ്പൊ ഏത് വെയിറ്റ് ഇല്ലാത്ത ഒരാൾക്കും ഒരു വെയിറ്റ് ഉള്ള ആളെ നമുക്ക് താങ്ങിക്കാൻ അത് അവൻ്റെ ശക്തി കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, അത് പ്രത്യേക ഐഡിയപരമായിട്ട് നമുക്ക് ചില വെയിറ്റുകളൊക്കെ താങ്ങിക്കാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും ഞാൻ പറയാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ തോട്ടുമുണ്ടി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അയാളെ പൊന്തിക്കാൻ കഴിയില്ലേ, വെയിറ്റ് കിട്ടും. അങ്ങനെ ആളെ പൊന്തിച്ചിട്ട് നമുക്ക് മനുഷ്യൻ്റെ ഇത് വിട്ട് കഴിഞ്ഞാൽ അത്രയും വലിയൊരു മനുഷ്യൻ വെയിറ്റ് കൂടും. ഇനി ഒരാളെ എടുത്തുകൊണ്ടുപോകാം, വളരെ ഒന്നൊരു അല്ലെങ്കിൽ ഒരാളെ നമുക്ക് നടത്താതെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആശുപത്രിക്കോ അങ്ങോട്ടെങ്കിലും എടുക്കണം. കുട്ടികളൊക്കെ ഒന്നും പാടില്ല. കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെന്നിട്ട് അയാളെ എടുക്കുക ചെയ്യുക. ആളെ എടുത്തു കഴിഞ്ഞാൽ എന്തായി, എല്ല് സാധാരണ പൊട്ടൽ ഇതേ രീതിയിൽ പൊട്ടി വെക്കുക ചെയ്യുക. നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്തായി, എല്ലുമ്മൽ ഓർക്കുന്ന സ്ഥിതി വരും. അതുകൊണ്ടാണ് ആരും തൊടരുത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. അത് നമുക്ക് പഠിച്ചു വെച്ചാൽ വളരെ ഉപകാരം. നിങ്ങളെന്താണ് ഒന്ന് സുഹൃത്തുക്കളാണ്. ഇനി എന്താ ചെയ്യേണ്ടി അറിയാം. ഈ പിടുത്തം കുറച്ചുകൂടെ അങ്ങോട്ട്. ഈ പിടുത്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ വിട്ടിരിക്കുകയാണ്, അല്ല ഇയാൾ വിട്ടിരിക്കുകയാണ്, ഈ പിടുത്താണ് പിടിച്ചിട്ട് ഒരാളെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി ഒന്നും നിങ്ങൾക്ക് ഒന്ന് ചെറിയാൽ എന്താകും, ഒന്ന് ചെറിയാൽ കുറച്ചുകൂടി പിടിച്ചാൽ
സാറല്ല അവിടെ പിടിക്കല്ല. ഇനി എന്ത് ചെയ്യാച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ പിടുത്തം. ഇനി ആ പിടുത്തം അപ്പോൾ അത് കാണിച്ചു തരും. ആ പിടുത്തം മുട്ടുത്തില്ല. എന്നിട്ട് എൻ്റെ തല അനങ്ങാതിരിക്കാനാണ് അപ്പം നിങ്ങൾ പിടിച്ചത്. തല അനങ്ങൂല അല്ലേ? പൈസയിൽ വരും. പുറത്ത് കാലിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി. അനീഫാക്ക് ആദ്യം മറ്റേ ഹെൽമെറ്റാണ് വിചാരിച്ചത്. അതെ അതെ. അപ്പോൾ പൈസയിൽ എന്ത് ചെയ്യും? ഇതാ ഈ പിടുത്തം പിടിച്ചാൽ പിന്നെ അനങ്ങൂല. ഓക്കെ, മെല്ലെ താഴെ വെക്കും, മെല്ലെ താഴെ. ഇനി എന്ത് ചെയ്യണം? ഇയാൾ നന്നായി പിടിച്ചു. ഇയാളാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. ഇനി ഇന്നെ എന്ത് ചെയ്യണം? എടുത്തുകൊണ്ടോണം. അതിന് രണ്ടാൾ ഇവിടെ ഇരുന്നോളൂ. ഇതിൽ എന്നിട്ട് എന്ത് ചെയ്യുക? ഒരാളിതാ ഇവിടെ പിടിക്കാം, ഒരാൾ ഇവിടെ അരക്കെട്ടിൽ വെച്ചു. നിങ്ങളെ കയ്യിൽ ഇവിടെ പിടിച്ചോളി, ഇവിടെ പിടിച്ചോളി. ഇയാൾ തല വിടുന്നില്ല. ഇയാളാണ് ക്യാപ്റ്റൻ. ഇയാൾ പറയും എന്ത്? ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ റെഡി 1 എന്ന് പറയുമ്പോൾ അലർട്ടാകുക, 2, 3 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മറച്ചു വെക്കുക. മറച്ചോളി, പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി. പൈസയിൽ പറയും 1 2. ഈ തല ഇപ്പം എന്താകുന്നില്ല. പൈസയുടെ അടുത്ത് തല ഇട്ട പൈസ. ഈ രണ്ടാൾ ഇവിടെ ഇരുന്നോളി. ഈ തല ഇളക്കരുത്. രണ്ടാളവിടെ ഒരു കൈ എന്ത് ചെയ്യാം? കൈ നിരത്തിക്കാണ്, കൈ നിരത്തി നല്ല കുത്തി, നല്ല കുത്തി പറ്റി അതെ അതെ അത് തന്നെ, അത് തന്നെ. അങ്ങനെ 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 നല്ലോണം അടിക്ക് പോട്ടെ. കൈ അടിക്ക് മാക്സിമം പോട്ടെ. ഷെരീഫ് മാഷ കൈ മാക്സിമം പോട്ടെ. 3, 2, 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? എൻ്റെ മറച്ചിട്ട് കൈ കൊടുക്കുക. പറഞ്ഞോളി. 3, 2, 1. ഇനി കൈകൾ കോർത്ത് പിടിക്കുക. ഇവർ രണ്ടാളും എന്ത് ചെയ്യാം? ഓനെങ്ങനെ കൈ വെച്ചത്? ഇങ്ങനെ വെച്ച് ഇങ്ങനെ നല്ല 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 കൈമാരെല്ലാം പിടിച്ചോ. ഈ പിടുത്തം പിടിക്കണം. 2 കൈയും കൈകൾ തമ്മിൽ രണ്ട് കൈയും കൈ കിട്ടി. കൈ കിട്ടിയ ഇതിലൊക്കെ ക്രമമുണ്ട്. കാരണം ഒരാളെ നട്ടല് പൊട്ടിയതാണ്. തിരക്കൂട്ടരുത്. നട്ടല് പൊട്ടിയത് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തല ഇവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പം ഇയാൾ എന്ത് പറയും? 1 എന്ന് പറയും. 1 എന്ന് പറയുമ്പോൾ റെഡിയാകാം. 2 എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരു കാര്യം നിർത്തിച്ച് നമ്മളുണ്ടല്ലോ മുട്ടുത്തി ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ. അപ്പം പറഞ്ഞോളി. 1, 2 ഒരു മുട്ടുമല്ലി 3 എന്ന് പറയുമ്പോൾ കണ്ടോ? ഇതായി. ഇനി ആ ആംബുലൻസിൽ വെച്ചാൽ അതെ, അത്രേ ഉള്ളൂ.